സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഈ 3 വ്യക്തിത്വങ്ങൾ, തങ്ങളും MA ഉസ്താദും AP ഉസ്താദും സജീവമായി ഇവിടെ നിന്നപ്പോൾ പല സംഗതിയും വന്നെങ്കിലും അതൊക്കെ വന്ന വഴിക്ക് പോയി എന്നല്ലാതെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മളെ ഈ ആശയത്തെ, ആദർശത്തെ തോട്ടാൻ കഴിഞ്ഞില്ല. ആർക്കും അത് കഴിഞ്ഞിട്ടില്ല, കഴിയൂല. കാരണം ആ നിലക്കാണ് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം പോകുന്നത്. അതിന് ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞത്. സമസ്തക്കെതിരെ കേസ് വന്നു. ആ കേസിലുണ്ടായിരുന്നതിന്റെ കാതലായ വശം, സമസ്തയിൽ നിന്നുള്ള ആളുകൾ ബൈലോ പറയുന്നത് പ്രകാരം ജനറൽ ബോഡിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരല്ല, നോമിനേഷൻ ചെയ്യപ്പെട്ടവരാണ്. അങ്ങനെ നോമിനേഷൻ സംവിധാനം സമസ്തക്കില്ല. അതുകൊണ്ട് പുതിയ ജനറൽ ബോഡി വിളിച്ച് അതിൽ നിന്ന് കമ്മിറ്റി വരണമെന്നായിരുന്നു കേസിന്റെ അകത്തുക. അങ്ങനെ ആ കേസ് വന്നപ്പോൾ അത് വല്ലാതെ സമസ്തയെ അലട്ടി. അപ്പൊ അതിനു വേണ്ടി കോടതിയിൽ കൊടുക്കാൻ കുറെ കള്ളക്കേസുകൾ മെനഞ്ഞുണ്ടാക്കി. ഇതെല്ലാം കോടതി കൊടുക്കണമെങ്കിൽ മുസാവറുടെ അംഗീകാരം കിട്ടണം. അപ്പൊ ഈ അംഗീകാരം വാങ്ങാൻ വേണ്ടി വരുന്ന മുസാവറ, അന്ന് മുസാവറ വളർന്നിട്ടില്ല. സാധാരണ പോലെ ബഹുമാനപ്പെട്ട താജുൽ ഉലമയാണ് അധ്യക്ഷനായി നിൽക്കുക. കാരണം പ്രസിഡന്റായ കണ്ണേത്ത് ഉസ്താദ് വരാറില്ല. അപ്പൊ വൈസ് പ്രസിഡന്റ് നിലക്ക് തങ്ങളാണ് യോഗത്തിനൊക്കെ അധ്യക്ഷനാവല്. KK ഹസറത്ത് മറ്റൊരു വൈസ് പ്രസിഡന്റാണ്, അദ്ദേഹമുണ്ട്. EK ജനറൽ സെക്രട്ടറിയാണ്. അപ്പൊ അന്നത്തെ മുസാവറി ഇതൊക്കെ തീരുമാനിക്കണമല്ലോ. അപ്പൊ അതിന് KK ഹസറത്തിനെ അധ്യക്ഷനാക്കണം. തങ്ങളെ അധ്യക്ഷനാക്കിയപ്പോൾ ഇതൊന്നും പാസ്സായി കിട്ടൂല എന്ന് കണ്ട ജനറൽ സെക്രട്ടറി 3 ആളും കൂടി ഇങ്ങനെ കടന്നു വന്ന് തങ്ങളെ മുന്നിലാണ് സാധാരണ നടത്താറുള്ളത്. തങ്ങൾ മുന്നിൽ തന്നെ നടക്കലും. അങ്ങനെയാണ് തങ്ങൾ 2 ഉസ്താദുമാരും ചെയ്യാറുള്ളത്. ബഹുമാനപ്പെട്ട കണ്ണേത്ത് ഉസ്താദും EKയും തങ്ങളെ മുന്നിൽ നടത്തിയിട്ട് അവർ പിന്നെ നടക്കല പതിവ്. ഞാൻ പലപ്പോഴും കണ്ടോക്കാം. അങ്ങനെ തങ്ങളായിരിക്കും മുമ്പിൽ. അപ്പൊ തങ്ങള് മുമ്പിലുണ്ട്, KK ഹസറത്തുണ്ട്, മൂപ്പരുമുണ്ട്, EK ഉണ്ട്. സാധാരണ പോലെ തങ്ങൾ വന്നിട്ട് നടുവിലെ ചെയറിൽ അധ്യക്ഷ വേദിയിൽ അവിടെ ഇരിക്കാൻ പുറപ്പെടാ. അപ്പൊ EK പറഞ്ഞു, തങ്ങളെ ഇന്ന് നിങ്ങൾ അപ്പുറത്തിരിക്കി, ഇന്ന് അവിടെ KK ഇരിക്കട്ടെ. അപ്പൊ KKനെ അധ്യക്ഷനാക്കാൻ വേണ്ടിയാണ് മൂപ്പര അധ്യക്ഷനാക്കിയിരിക്കുക. മഹാനായ താജുൽ ഉലമയെ അപ്പുറത്തിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു സ്വാഗതം പറയണം. സ്വാഗതത്തിൽ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞത് സമസ്തന്റെ കേസ്, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. പ്രധാനമായും നമ്മൾ എഴുതി കൊടുത്ത രേഖകൾ, റെക്കോർഡുകൾ, അതൊക്കെ എല്ലാ മെമ്പർമാരും ഒപ്പിടണം. ജനറൽ ബോഡിയിൽ നിന്ന്, കമ്മിറ്റിയിൽ നിന്ന് പാസ്സാക്കണമല്ലോ. മുസാവറിന്റെ തീരുമാനം എന്നേൽക്ക് വരണ്ടേ, എല്ലാവരും ഒപ്പിടണം. അപ്പൊ ബഹുമാനപ്പെട്ട താജുൽ ഉലമ പറഞ്ഞു, ആ എഴുതി കൊടുത്തതിൽ സത്യമായുള്ളതിനൊക്കെ ഒപ്പിടും, അല്ലാത്തൊന്നിനും ഒപ്പിടൂല. നോക്കുങ്ങള് അതങ്ങോട്ട് പറയാൻ ബഹുമാനപ്പെട്ട തങ്ങൾ ധൈര്യം കാണിച്ചു. അപ്പോ EK പറഞ്ഞു, തങ്ങളെ ഇന്ത്യൻ കോടതിയാണ്, സത്യക്കോടതിയല്ല, ന്യായക്കോടതിയാണ്. അപ്പൊ സത്യം പറഞ്ഞാൽ മാത്രം മതിയാവൂല. അപ്പൊ തങ്ങൾ പറഞ്ഞു, ആ കോടതി എന്തോ ആവട്ടെ, ഒരു സത്യക്കോടതി ഉണ്ടെന്ന് വിശ്വസിച്ചവരാ നമ്മൾ. ആ കോടതിയിൽ ന്യായമൊന്നും നടക്കൂല, സത്യം മാത്രമേ നടക്കുള്ളൂ എന്ന്. അപ്പൊ പറഞ്ഞു, എന്നാ പിന്നെ ഭൂരിപക്ഷം നോക്കുക. ഭൂരിപക്ഷം നോക്കിയിട്ടുണ്ടപ്പോ ആ ദീനിന്റെ കാര്യങ്ങൾ തീരുമാനിക്കൽ. ഭൂരിപക്ഷം നോക്കുകയാണെങ്കിൽ കാഫിറിനല്ല ഇവിടെ ഭൂരിപക്ഷം, ഇസ്ലാമിന് ഭൂരിപക്ഷം ഉണ്ടോ? തങ്ങൾ പറഞ്ഞു. ഇതാ ഞാൻ പറയുന്നത്, ഇതൊക്കെ നമ്മൾ കേൾക്കണം, മനസ്സിലാക്കണം. ഭൂരിപക്ഷത്തിന് മേൽ തന്നെ തീരുമാനിക്കാൻ മൂപ്പരാണ് ഉത്തരവായപ്പോ, എന്നാ പിന്നെ ഈ ചെയറിൽ ഇനി സമസ്ത എന്നും പറഞ്ഞ് ഇരിക്കാനുള്ള അവസരം അള്ളാഹു ഇല്ലാതാക്കട്ടെ എന്നും പറഞ്ഞ് മഹാനായ തങ്ങളുണ്ടിറങ്ങി. തങ്ങൾ ഇറങ്ങിയപ്പോ ഈ പറയപ്പെട്ട ആളുകളൊക്കെ, അതാണ് ഇറങ്ങിയപ്പോ എല്ലാവരും സംഭവം എന്നല്ല, അവരെ പുറത്താക്കിയതൊന്നല്ല. ഇങ്ങനെ ഇറങ്ങി വന്നപ്പോ
ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് മുതലക്കുളം മൈതാനിയിൽ ഇറങ്ങിപ്പോന്ന 6 ആളുകളും അവിടെ കൂടുകയും അവരതിന്റെ പശ്ചാത്തലങ്ങളും സംഗതികളും പറയുകയും ചെയ്ത. ഇതൊക്കെ കേൾക്കാൻ പോയപ്പെട്ട ആളാണ് ഞാൻ നേരിട്ട് കേട്ടതാ. അപ്പൊ ഞാൻ പറയുന്നത്, അങ്ങനെ ഇറങ്ങിപ്പോന്ന് വലിയ ഒരു ബഹുലമായ ഉലമാ സമ്മേളനം വിളിച്ചുകൂട്ടി. സമസ്തന്റെ വൈലോ പറഞ്ഞ പ്രകാരം ഉലമാവിന്റെ കൂട്ടായ്മയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട സമസ്തയാണ് ബഹുമാനപ്പെട്ട താങ്കൾ പ്രസിഡന്റും കാന്തപുരം ഉസ്താദ് ജനറൽ സെക്രട്ടറിയായി നമ്മൾ തുടങ്ങിയ സമസ്ത. ആ സമസ്ത ഇന്നും അന്ന് മുതൽ എല്ലാ കൊല്ലവും ജനൽബോഡി കൂടും. ഇപ്പൊ ഈ കൊല്ലവും നമ്മൾ കൂടിയില്ലേ? സമസ്തയുടെ ജനൽബോഡി ആയിരുന്നല്ലോ അത്, തൃശൂർ വെച്ച് കൂടിയത്. 25,000 ആലിമീങ്ങളെ രജിസ്റ്റർ ചെയ്ത ആലിമീങ്ങൾ. ഇങ്ങനത്തെ ഒരു പണ്ഡിത സമ്മേളനം വിളിക്കാൻ ഇവിടെ കേരളത്തില് ഏതൊരു പ്രസ്ഥാനത്തിനാ കഴിയുക? ഒരു പ്രസ്ഥാനത്തിനും കഴിയില്ല. ഞങ്ങളാ സമസ്താന്നങ്ങനെ നാഴികക്ക് 40 വട്ടം പറയാന്നല്ലാതെ ഇങ്ങനെ ആളെ കൂട്ടാൻ, ആലിമീങ്ങളെ കൂട്ടാൻ, സാധാരണക്കാരെ കുറെ ബുദ്ധി ഭ്രമിച്ചു പോയ ആളുകളല്ല, കള്ളുടിയന്മാരല്ല, ആലിമീങ്ങളെ ഇങ്ങനെ കൂട്ടാൻ ഇവിടെ ആർക്കും കഴിയില്ല. സമസ്തയല്ല മീത്തുലക്ക് മാത്രമേ കഴിയൂ. ഇന്ന് അതിന്റെ പ്രസിഡന്റായി ബഹുമാനപ്പെട്ട റഈസുൽ ഉലമയും ജനറൽ സെക്രട്ടറിയായി സുൽത്താനുൽ ഉലമയും അവരെ സഹകാരികളായി ധാരാളം സയ്യിദുമാർ, ആലിമീങ്ങൾ, അവരെല്ലാം കൂടി ഒത്തൊരുമയോടെ പ്രവർത്തിച്ചു പോകുന്ന സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. ഈ ആശയത്തിലേക്ക് ബാക്കിയുള്ളവർക്കും കടന്നു വരാനുള്ള തൗഫീക്കും അള്ളാഹു നൽകട്ടെ. ആരുടെയും ശത്രുതാപരമായ പ്രവർത്തനങ്ങളുടെ ഒന്നിലും കുടുക്കലൊന്നും നമ്മളിന്നും അള്ളാഹു പെടുത്താതിരിക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു സത്യത്തിന്റെ വെളിച്ചം കാണിച്ചു കൊടുക്കട്ടെ. അവൻ അതിനുദ്ദേശിച്ചില്ലെങ്കിൽ അവരെ ശിർറിൽ നിന്ന് നമ്മളെ സലാമത്താക്കട്ടെ എന്ന് ദുആ ചെയ്ത് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് 2 മണിക്കൂർ കൊണ്ടും 3 മണിക്കൂർ കൊണ്ടും തീരില്ല. അതുകൊണ്ട് കുറഞ്ഞ സമയം ഞാൻ എനിക്ക് വെച്ച വിഷയം അവതരിപ്പിച്ചു, കുറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വല്ല തെറ്റുകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു പൊറുക്കട്ടെ എന്ന് ദുആ ചെയ്ത് നിങ്ങളൊക്കെ ദ്വാരക്കണമെന്ന് വസിയത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തൊള്ളായിരത്തി മുതൽ 89 വരെ നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ തീർത്ത, നേതൃത്വം തീർത്ത പ്രതിരോധം ചർച്ച ചെയ്തു. ചർച്ച അവതരിപ്പിച്ച് നമ്മോട് സംവദിച്ച ബഹുമാന്യരായ പൊന്മള ഉസ്താദ് അവർക്ക് ഹൃദ്യമായ കടപ്പാടുകൾ അറിയിക്കുന്നു. അടുത്ത സെഷൻ മുന്നേറ്റം അവതരിപ്പിക്കുന്നത് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി ഉസ്താദ് നമ്മുടെ സ്ഥാപനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നിസ്കരിച്ച ഉടനെ തന്നെ ഈ സെഷൻ ഇവിടം ആരംഭിക്കും. നിസ്കാരത്തിന് വേണ്ടി ഇടവേള.